പ്രിയമുള്ളവരെ, വചനജ്വാല 1517 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഒക്ടോബർ 26 ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിൽ ഇന്നത്തെ വചന വായനയിൽ പ്രഭാഷകന്റെ പുസ്തകം 39 അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. നിയമപണ്ഡിതൻ. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞ് അറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കുകയും ചെയ്യും. അവൻ വിശ്രുതരുടെ വാക്ക് വിലമതിക്കുകയും ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രഥിക്കുകയും ചെയ്യും. അവൻ ആപ്തവാക്യങ്ങളുടെ ആന്തരാർത്ഥം തേടുകയും ഉപമകളുടെ നിഗൂഢതകളെ സ്വായത്തമാക്കുകയും ചെയ്യുന്നു. അവൻ മഹാന്മാരെ സേവിക്കുന്നു. ഭരണാധിപന്മാരുടെ മുൻപിലും അവന് പ്രവേശനമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കും. മനുഷ്യരുടെ നന്മ തിന്മകൾ അവർ വേർതിരിച്ചറിയുന്നു. സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അവൻ അതിരാവിലെ താല്പര്യപൂർവം എഴുന്നേൽക്കുന്നു. അവൻ അത്യുന്നതന്റെ മുൻപിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. അവൻ പാപമോചനത്തിനായി യാചിക്കുന്നു. സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ ജ്ഞാനത്തിന്റെ ചൈതന്യം അവനിൽ നിറയും. വിജ്ഞാന വചസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം അവൻ കർത്താവിന് നന്ദി പറയും. അവന്റെ ചിന്തയും അറിവും നേരായ മാർഗത്തിലേക്ക് തിരിയും. അവിടുത്തെ രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യും. അവൻ പ്രബോധനങ്ങളിലൂടെ അറിവ് പ്രകടമാക്കുകയും കർത്താവിന്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ അഭിമാനം കൊള്ളുകയും ചെയ്യും. അനേകർ അവന്റെ ജ്ഞാനത്തെ പുകഴ്ത്തും. അതൊരിക്കലും മാഞ്ഞു പോവുകയില്ല. അവന്റെ സ്മരണ അപ്രത്യക്ഷമാവുകയില്ല. അവന്റെ നാമം തലമുറകളിലൂടെ ജീവിക്കും. ജനതകൾ അവന്റെ വിജ്ഞാനം പ്രഘോഷിക്കും. സമൂഹം അവന്റെ സ്തുതി ഉദ്ഘോഷിക്കും. ദീർഘകാലം ജീവിച്ചിരുന്നാൽ ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമം അവൻ അവശേഷിപ്പിക്കും. അവൻ മരണമടഞ്ഞാലും അത് നിലനിൽക്കും. സൃഷ്ടാവായ ദൈവത്തിന് സ്തുതി. സുചിന്തിതമായ കാര്യങ്ങൾ എനിക്ക് ഇനിയും പറയാനുണ്ട്. പൂർണ്ണചന്ദ്രനെ പോലെ ഞാൻ പൂരിതനാണ്. വിശ്വസ്തന്മാരായ പുത്രന്മാരെ, എന്റെ വാക്ക് കേട്ട് അരുവിക്കരയിലെ പനീർ ചെടി പോലെ മുട്ടിടുവിൻ. കുന്തിരുക്കം പോലെ സൗരഭ്യം പരത്തുകയും ലില്ലി പോലെ പൂവണിയുകയും ചെയ്യുവിൻ. സുഗന്ധം പരത്തുകയും സ്തുതിഗീതം ആലപിക്കുകയും ചെയ്യുവിൻ. കർത്താവിന്റെ എല്ലാ പ്രവർത്തികളും നിമിത്തം അവിടുത്തെ വാഴ്ത്തുവിൻ. സ്തുതികളോടും ഗാനാലാപത്തോടും വീണാനാദത്തോടും കൂടെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടത്തോട് നന്ദി പറയുകയും ചെയ്യുവിൻ. നിങ്ങൾ ഇങ്ങനെ പറയണം: എല്ലാം കർത്താവിന്റെ പ്രവൃത്തിയാണ്, അവയെല്ലാം അത്യുത്തമമാണ്. അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്താൽ നിർവഹിക്കപ്പെടും. എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. യഥാകാലം എല്ലാം വെളിവാകും. അവിടുന്ന് അരുളി ചെയ്തപ്പോൾ ജലം കുന്നുകൂടി. അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ജലാശയങ്ങൾ ഉണ്ടായി. അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറ്റുന്നു. അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ,
ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ എവരിസ്തൂസ് പാപ്പായെ അനുസ്മരിക്കുന്ന പൻസുദിനമാണ്. വിശുദ്ധ ക്ലെമന്റ് മാർപ്പാപ്പയുടെ പിൻഗാമി, ബെത്ലഹേമിൽ നിന്നും അന്ത്യോക്യായിലേക്ക് കുടിയേറിപ്പാർത്ത ഒരു യഹൂദന്റെ മകൻ. അദ്ദേഹമാണ് റോമാ നഗരത്തെ ആദ്യമായി ഒരു ഇടവകയായി തരംതിരിച്ചത്. 25 ഇടവകകൾ സ്ഥാപിച്ച് ഓരോ വൈദികനെ നിയമിക്കുകയും ചെയ്തു. 7 ഡീക്കന്മാരെ കൂടി നിയമിച്ചു. ഡിസംബറിൽ വൈദിക പട്ടം നൽകി. നോമ്പിൽ മെത്രാന്മാരെ അഭിഷേചിച്ചു. ഉപവാസ കാലത്ത് പട്ടം കൊടുക്കുന്നത് കൂടുതൽ ഭക്തി നിർഭരമായിരിക്കുമെന്ന് അദ്ദേഹം വിചാരിച്ചു. ജെറൂസലം ദേവാലയ പ്രതിഷ്ഠയ്ക്ക് ഉപയോഗിച്ച് പ്രാർത്ഥനയ്ക്ക് തുല്യമായ ഒരു പ്രാർത്ഥന പള്ളി കൂദാശകൾക്കും വിശുദ്ധ കുർബാന ക്രമത്തിൽ കൂടി ഈ ക്രമം ഉൾപ്പെടുത്തി. പ്രാചീന ഗ്രന്ഥങ്ങളിൽ ഒരു രക്തസാക്ഷിയായിട്ടാണ് എവറിസ്തൂസ് പാപ്പായെ വിളിച്ചിരുന്നത്. പ്രിയമുള്ളവരെ, ഇന്നു തന്നെ രക്തസാക്ഷിയായ വിശുദ്ധ ഡെമെട്രിയൂസിനെയും അനുസ്മരിക്കുന്ന പൻസുദിനമാണ്. വിശുദ്ധ ഡെമെട്രിയൂസിന്റെയും വിശുദ്ധ എവരിസ്തൂസ് പാപ്പായുടെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.